സിൽവർ ലൈൻ വിരുദ്ധ സമരത്തിനിടെ ആത്മഹത്യയ്ക്ക് ശ്രമിച്ച കൊല്ലം തഴുത്തല സ്വദേശി അജയകുമാറിനൊപ്പം കൊല്ലത്ത് നിന്ന് സൂര്യഗായത്രി കൂടി ചേരുന്നുണ്ട് നമ്മളോടൊപ്പം. സൂര്യഗായത്രി, വലിയൊരു നീക്കത്തിലേക്ക് UDF സർക്കാർ കടന്നിരിക്കുന്നു. സൂര്യഗായത്രി ഇപ്പോൾ അജയകുമാറിനൊപ്പമാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ ഹാപ്പിയാണോ എല്ലാവരും? അമൃത, തങ്ങളുടെ പുരയിടങ്ങൾക്കുമേൽ കിടപ്പാടങ്ങൾക്കുമേൽ മഞ്ഞക്കുറ്റികൾ പതിച്ച എല്ലാ വീട്ടുകാരും UDF സർക്കാരിന്റെ പുതിയ പ്രഖ്യാപനത്തിൽ സന്തുഷ്ടരാണ് എന്നുള്ളതാണ്. പലയിടങ്ങളിലും വലിയ ആഘോഷം തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറ്റി സ്ഥാപിക്കാൻ വരുന്ന സമയത്ത് അത്തരത്തിൽ ആത്മഹത്യാ ശ്രമം നടത്തിയ ഒരു കുടുംബത്തിനൊപ്പമാണ്. അതുകൂടാതെ ഇവിടെ ഈ വീട്ടുകാരൊക്കെ ഇവിടെ കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ്. എല്ലാവരും വലിയ സന്തുഷ്ടരാണ്. കാരണം വലിയ ആശങ്കയിലാണ് ഈ കഴിഞ്ഞ കാലയളവിലൊക്കെ അവർ പൊയ്ക്കൊണ്ടിരുന്നത്. ഇവിടെ കുറ്റി നാട്ടിയാൽ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞ ഒരു കുടുംബമുണ്ട്. ഇവർ രണ്ടുപേരാണല്ലേ, സഹോദരങ്ങളാണ്. ഇപ്പൊ എന്ത് തോന്നുന്നു പുതിയ പ്രഖ്യാപനം? വളരെ സന്തോഷം തോന്നുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആശങ്കയിലൂടെയാണോ കടന്നുപോയത്? അന്ന് എന്താ സംഭവിച്ചത്? അന്ന് സംഭവിച്ചത് ഈ നാട്ടിനെ ദുരിതത്തിലാക്കാൻ വേണ്ടിയാണ്. ഞങ്ങളുടെ ഒരു മുന്നറിയിപ്പുമില്ലാതെ ഞങ്ങളുടെ വീടുകളിനകത്തും കുറ്റിയിടാൻ വേണ്ടി കേരള സർക്കാരും അതിൻ്റെ സർവേ ഉദ്യോഗസ്ഥരുമായിട്ട് ഞങ്ങളുടെ വീടുകൾ കയറാൻ പറ്റിയില്ല. അകത്ത് കയറാൻ ഞങ്ങൾക്ക് എനിക്കറിയത്തില്ല എന്തോ കയറിയാലും എന്തിനു വേണ്ടി അവർ വരുന്നത് ഞങ്ങൾക്കൊരു അറിയിപ്പ് വേണ്ടി. ഒന്നുമില്ലാതെ ഒരു യുദ്ധാടിസ്ഥാനത്തിൽ വരുന്ന കണക്ക് പട്ടാളക്കാർ വരുന്ന കണക്ക് വന്നു പെട്രോളും കയ്യിൽ വെച്ചുകൊണ്ടാണ്. അതിനുശേഷമാണ് ഞാൻ പോയി പെട്രോൾ എടുത്തത്. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. എനിക്കൊരു അറിയിപ്പ് വേണ്ടേ. ഞാൻ ഈ വീട്ടിൽ കരമടച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയല്ലേ. എനിക്കൊരു മുന്നറിയിപ്പില്ലായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് എന്തിനാണെന്ന് അറിയാൻ വയ്യാതാണ്, ഞാൻ ഭയന്നാണ്, ഞാൻ എന്നെ എന്തോ ചെയ്യാൻ പോകുന്ന രീതിയിലാണ്. ഇപ്പം വളരെ ചാരിതാർത്ഥ്യമുണ്ട്. ഈ നാടിനെ ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷിച്ചതിന് BD സതീശന് എന്ന മുഖ്യമന്ത്രിക്ക് ഞങ്ങൾ വളരെ ആദരവോടെ ഞങ്ങൾ നന്ദി പറയുകയാണ്. പുതിയ മന്ത്രിസഭ വന്ന് ഞങ്ങൾക്ക് ഇതേ കണക്ക് സമാധാനമായിട്ട് ജീവിക്കാനുള്ള അവസരം തന്ന ഗവൺമെൻറ്റിന് എല്ലാ പിന്തുണയും ഇനിയും ഉണ്ടാകുമെന്ന് പറയുന്നു. ഒരു ജീവൻ മരണ പോരാട്ടമാണ് ഇവിടെയുള്ള ജനങ്ങളെല്ലാം നടത്തിയത്. എന്തായാലും അവർക്കിത് നല്ല പദ്ധതിയല്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണല്ലോ അവരിത് പിന്മാറിയത്. അത് പിണറായി ഗവൺമെൻറ്റിന് അത് മനസ്സിലായില്ല. അവർ ജനങ്ങളെ ദ്രോഹിക്കാനായിട്ട് ഇറങ്ങിയതിൻ്റെ ഫലമാണ് അവർക്ക് കിട്ടിയത്. അമൃത, ഈ നാട്ടുകാരൊക്കെ ഈ വിവരം അറിഞ്ഞിവിടെ കൂടിയിട്ടുണ്ട്. കേരളത്തിൽ ഒന്നാകെ ഇതിനു വേണ്ടി നിവേദനങ്ങൾ നൽകുകയും പദ്ധതി നടപ്പിലാക്കരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത സമരസമിതിയിൽ ഉൾപ്പെടുന്ന ആളുകളൊക്കെയാണ് നിൽക്കുന്നത്. എന്ത് തോന്നുന്നു? പദ്ധതി റദ്ദ് ചെയ്തു. വളരെ വളരെ സന്തോഷം. ഇതിലും വലിയ സന്തോഷത്തിൻ്റെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എന്ന് പറഞ്ഞാൽ ഇത് ഞങ്ങളെ അത്രയും കൂടുതൽ കഷ്ടപ്പെടുത്തുകയും ഏതാണ്ട് ഒരു വർഷത്തിൽ കൂടുതൽ ജീവിക്കാൻ അനുവദിക്കാതെ, എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ 44-45 ഡിഗ്രി ടെമ്പറേച്ചറിൽ ഞങ്ങളിവിടെ ഇവിടുന്ന് കൊല്ലത്തുനിന്ന് തിരുവനന്തപുരം വരെ പല ദിവസമാണ് ജാഥയ്ക്ക് ഇതിനുമായിട്ടൊക്കെ പോയത്. അത്രയും കൂടുതൽ കഷ്ടപ്പെട്ട്, അത്രയും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും ഈ പറയുന്ന കണക്ക് കിടപ്പാടം പോലും നഷ്ടപ്പെടുമെന്നുള്ള ഒരവസ്ഥയിലായിരുന്നു. അപ്പോൾ ഇതിലും വലിയൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സന്തോഷമാണ്. ഏകദേശം എത്ര വീടുകൾ പോകുമായിരുന്നു ഈ മേഖലയിൽ മാത്രം? ഈ മേഖലയിൽ ഒരു 10-40 വീട് പോകില്ലേ. 40 മറ്റേ ഞാൻ നിന്ന വാർഡിൽ ഒരു 40 വീട് അടുത്ത് പോകും. എന്തോന്നു സന്തോഷമായോ? സന്തോഷം എന്ന് പറഞ്ഞാൽ അറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. കാര്യം നമ്മുടെ കിടപ്പാടമല്ലേ പോകുന്നത്. 10-40 വർഷം കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കിടക്കാടം പോകുമെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ എല്ലാവരും നിപ്പുണ്ട്. എന്താണ് മുഖത്തൊക്കെ നിറഞ്ഞ ചിരി? സന്തോഷം കൊണ്ട് സന്തോഷം. നാളും ആശങ്കയിലായിരുന്നു. എത്ര ഉറക്കങ്ങൾ പോയെന്നറിയാം. ഞാൻ ഉറക്കം കളഞ്ഞ് ജീവിച്ച ദിവസങ്ങളുണ്ട്, ഒരുപാട് ദിവസങ്ങൾ. അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു, ഞങ്ങൾ ഡൽഹിയിലായിരുന്നു. അവിടുന്ന് ഇതറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ജോലിയും കളഞ്ഞ് എല്ലാം കളഞ്ഞിട്ട് ഓടി വന്നത്. വീട് വെച്ചിട്ട് 10 ദിവസം അതിൽ താമസിക്കാൻ പോലും പറ്റാത്തൊരു കണ്ടീഷനായിരുന്നു. ഇത് സതീശൻ സാറിൻ്റെ അടുത്ത് കളഞ്ഞെന്നുള്ളത് അറിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കരമായ അതിയായ സന്തോഷമുണ്ട്. ഒരുപാട് സന്തോഷമായി. ഞങ്ങളുടെ എല്ലാം പേടി സ്വപ്നമായിരുന്നു. അത് മാറ്റിയത് വളരെ സന്തോഷം. അമൃത, അത് തന്നെയാണ്. എല്ലാവരുടെയും മുഖത്ത് നിറഞ്ഞ ചിരി കാണാമെന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വീടുകളിൽ വലിയ ആശങ്കയോടെ കഴിഞ്ഞിരുന്നതാണ്. എന്താ അമ്മ, സന്തോഷമായോ? വളരെ സന്തോഷമാണ്. അതെ, പിണറായി ഗവൺമെൻറ് സാധാരണക്കാരനോട് ചെയ്ത ഏറ്റവും വലിയ അട്രോസിറ്റിയാണിത്. ആൻഡ് കേരള ഈസ് വൺ ഓഫ് ദ റീസൺസ് വൈ ദ ഗവൺമെൻറ് ഹാസ് ടോട്ടലി ഫ്ലോപ്ഡ് ആൻഡ് ഫെയിൽഡ് ഇൻ ദ ഇലക്ഷൻസ്. അത് തന്നെയാണ്. അതായത് കുറ്റികൾ പല സ്ഥലത്തും ഇപ്പോഴും ഉണ്ട്. പക്ഷെ അന്ന് ഇവിടെയൊക്കെ സ്ഥാപിച്ചിരുന്ന കുറ്റികൾ പലതും അവർ അന്ന് തന്നെ പിഴുതു മാറ്റി എന്നുള്ളതാണ്. ഇനി ഇപ്പോൾ ഉള്ള കുറ്റികൾ കൂടി പിഴുതു മാറ്റാനുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി നൽകിയതോടെ ആ ഒരു ആശങ്കയും പൂർണ്ണമായിട്ടും കേരളയിൽ എന്നതിൽ ചൊല്ലി ഇവർക്കൊക്കെ ഉണ്ടായിരുന്ന ആശങ്കകൾ അത് പൂർണ്ണമായിട്ടും മാറുന്നതിന്റെ സന്തോഷത്തിലാണ് ഈ സാധാരണക്കാരൊക്കെ ഉള്ളത്. അമൃത,
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.